ഹലോ, വെൽക്കം ബാക്ക്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിങ് വീഡിയോ വരികയാണ്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരുപാട് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നുണ്ട്. ചാർക്കോൾ ആണ് നമ്മുടെ മീഡിയം. ചാർക്കോൾ ഡിഫറെൻറ്റ് ടൈപ്പ് എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, അതെനിക്ക് കിട്ടാവുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുവിധം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് അൺബോക്സ് ചെയ്ത് എന്തൊക്കെ മെറ്റീരിയലാണ്, അതിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ പ്രൈസ് റേഞ്ച് ആണ്, എന്തൊക്കെ ബ്രാൻഡാണ്, ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ അൺബോക്സ് ചെയ്യാനുള്ള ആദ്യത്തെ മെറ്റീരിയൽ ഉണ്ട്. ഇത് ക്യാമൽ എന്ന ബ്രാൻഡിൻ്റെ ചാർക്കോൾ പെൻസിൽസ് ആണ്. ഒരു 3 പെൻസിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യമേ തന്നെ പറയാം. 55 രൂപ, 55 ആണ് ഇതിൻ്റെ MRP റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ആദ്യം പൊട്ടിക്കാനൊന്നുമില്ല, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് തന്നെ പെൻസിൽസ് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിൽസ് ആണ്. നമുക്ക് സോഫ്റ്റ് ഉണ്ട്, ഹാർഡ് ഉണ്ട്, പിന്നെ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു വൈറ്റ് സ്കെച്ച് ബുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹാർഡ് പെൻസിൽ നോക്കാം. ഹാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലി ചാർക്കോൾ പെൻസിലിൽ HB 2B എന്നുള്ള റേഞ്ചിനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് സോഫ്റ്റ്, മീഡിയം, ഹാർഡ്. ഹാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഒരുപാട് ഡാർക്ക് ആയിരിക്കില്ല, ലൈറ്റ് ടോൺ ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അപ്പോൾ അതാണ് ഹാർഡ് പെൻസിൽ. ഇനി നമുക്ക് സോഫ്റ്റ് നോക്കാം. സോഫ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നല്ല ഡാർക്കായിരിക്കും. പിന്നെ പേര് പറയുന്ന പോലെ തന്നെ ഹാർഡ് പെൻസിൽസിന് നല്ല കട്ടി ഉണ്ടാവും, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. സോഫ്റ്റ് ആയിട്ടുള്ള പെൻസിൽസ് ആവുന്ന സമയത്ത് ഇതുപോലെ ഡാർക്ക് കളറായിരിക്കും, പക്ഷേ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് ന്യൂട്രൽ പെൻസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ന്യൂട്രൽ എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരിക്കും ആ ഷെയ്ഡ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഹാർഡ്, ഇത് സോഫ്റ്റ്, ഇത് ന്യൂട്രൽ. ഷെയ്ഡ് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ക്യാമലിൻ്റെ ഈ ഒരു ഹാർഡ് പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഫ്രിക്ഷൻ ഉണ്ട് പേപ്പറിൽ. അപ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റി പേപ്പർ അല്ലെങ്കിൽ പേപ്പർ കീറാനുള്ള ചാൻസ് ഉണ്ട് ചെറുതായിട്ട്. പിന്നെ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡല്ല, മാറി മാറി വരുന്നുണ്ട്, കണ്ടോ കളറ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ടിപ്പിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ടിയുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനിത് കുറേ കാലം മുമ്പ് വാങ്ങിച്ചിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചാർക്കോൾ പെൻസിലിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ ഒരു സെയിം ബ്രാൻഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തോന്നിയ കാര്യമല്ല, ആ സമയത്ത് എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട്, ഇതുപോലെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഓപ്പണായിട്ട് കുറേ കാലം എടുത്തു വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഷാർപ്പൻ ചെയ്യുന്ന സമയത്ത് പൊട്ടി പോകുന്നത് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ എന്താ റീസൺ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ചാർക്കോൾ പെൻസിൽ, വുഡൻ ചാർക്കോൾ പെൻസിൽ വാങ്ങിച്ച് ഓപ്പൺ എയറിൽ വെച്ച് കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ഷാർപ്പൻ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഫേബർ കാസിൽ എന്ന ബ്രാൻഡിൻ്റെ ചാർക്കോൾ പെൻസിൽസ് ആണ്. അപ്പോൾ ഇത് നേരത്തെ കണ്ട പോലെ ഡിഫറെൻറ്റ് പാക്കേജ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ തുറക്കേണ്ടി വരും. അതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ് MRP. അപ്പോൾ നമ്മുടെ ക്യാമലിന് വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രൈസ് കൂടുതലാണ്. 3 പെൻസിൽസ് തന്നെ ഉള്ളത്. ഞാൻ ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിൽ അത്ര നീറ്റല്ല. പെൻസില് കയ്യിൽ പിടിക്കുമ്പോൾ ഫീല് കുറച്ച് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ 2 എൻഡും ഓപ്പൺ ആണ്, കണ്ടോ, 2 എൻഡിലും ലെഡ് കാണാൻ പറ്റും. നമുക്കിതൊന്ന് ഷാർപ്പൻ ചെയ്യാം. ഒരു രക്ഷയില്ല, ഇത് ഷാർപ്പൻ ചെയ്യുന്ന സമയത്ത് പൊട്ടി പോകുന്നുണ്ട്. ഞാൻ ഡിഫറെൻറ്റ് ഷാർപ്പനൈസ് യൂസ് ചെയ്ത് നോക്കി. ലാസ്റ്റ് നമുക്ക് നൈഫ് ഉപയോഗിച്ച് ഷാർപ്പൻ ചെയ്യാം, വേറെ വഴിയില്ല. എനിക്ക് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ നാൾ എടുത്തു വെച്ചതിൻ്റെ ആയിരിക്കും. നൈഫ് ഉപയോഗിച്ച് ഷാർപ്പൻ ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, പൊടിഞ്ഞു പോകുന്നുണ്ട് ഇതിൻ്റെ ലെഡ്. ഓക്കെ, രക്ഷയില്ല, ഇത് വേറൊരു അവസ്ഥയാണ്. തൽക്കാലം നമുക്ക് ഷാർപ്പൻ ചെയ്ത് കിട്ടിയ 2 പെൻസിൽസ് ഉണ്ട്. അത് വരുന്നത് ഹാർഡ് പെൻസിലും മീഡിയം പെൻസിലും. അപ്പോൾ ഹാർഡ് പെൻസിൽ ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ നേരത്തെ ക്യാമൽ പെൻസിലിനേക്കാളും ഇതിൻ്റെ ഹാർഡ് പെൻസിൽ കുറച്ചും കൂടി ഡാർക്കാണ്. മീഡിയം പെൻസിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് രണ്ടും. സോഫ്റ്റ് പെൻസിൽ ഷാർപ്പൻ ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇത് ഷാർപ്പൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻസിൽ വലിയ യൂസ് ഇല്ല, പൊടിഞ്ഞു പോവാണ് ഷാർപ്പൻ ചെയ്യും തോറും.
പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഭയങ്കര സ്മൂത്താണ്. നേരത്തെ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ അധികമില്ല പേപ്പറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ക്യാമലിൻ പെൻസിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ അത്രയില്ല, നല്ല സ്മൂത്തായിട്ട് ഫീൽ ഉണ്ട്. പക്ഷേ ഇത് മൂന്നും തമ്മിൽ വലിയ ഷെയ്ഡ് ഡിഫറൻസ് ഇല്ല. അത് കണ്ടോ, ഇത് ഹാർഡ്, ഇത് മീഡിയം, ഇത് സോഫ്റ്റ്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു ഗ്രാജുവൽ ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. അതാണ് ഫേബർ കാസിൽ പെൻസിലിൻ്റെ അവസ്ഥ. നമ്മുടെ മൂന്നാമത്തെ ബ്രാൻഡ് ജനറൽസ് എന്ന ബ്രാൻഡാണ്. ഒരുവിധം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് ചാർക്കോളിൽ ജനറൽസ് എന്നുള്ള ബ്രാൻഡ്. അപ്പോൾ ഇതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്, മീഡിയം, ഹാർഡ് മാത്രമല്ല, എക്സ്ട്രാ സോഫ്റ്റ് എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. പിന്നെ HB ഹാർഡ് എന്ന് പറയുന്ന പെൻസിലും കൂടിയുണ്ട്. എന്തൊക്കെയാണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇത് സിംഗിളായിട്ട് വാങ്ങാനായിട്ട് കിട്ടുന്ന പെൻസിൽസ് ആണ്. സിംഗിളായിട്ടാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്ട്രാ സോഫ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. രക്ഷയില്ല, നല്ല ബ്ലാക്ക് കളറാണ്. പൗഡറൊക്കെ പോലെ ഇങ്ങനെ പൊടിഞ്ഞങ്ങ് പോകുന്നുണ്ട് ഇതിൻ്റെ ലെഡ്. അതാണ് എക്സ്ട്രാ സോഫ്റ്റ്. അടുത്തത് നമുക്ക് സോഫ്റ്റ് നോക്കാം. ചെറിയൊരു ഫ്രിക്ഷൻ ഡിഫറൻസ് ഉണ്ട്. മറ്റേത് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി ചെറിയൊരു ഹാർഡ്നെസ് തോന്നുന്നുണ്ട് ചെയ്യുമ്പോൾ. ഷെയ്ഡ് തമ്മിൽ ചെറിയൊരു പൊടിക്ക് ഡിഫറൻസ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് മീഡിയം പെൻസിലാണ്. ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഇത് ഡിഫറൻസ് ഉണ്ട് കണ്ടോ, ആ ടോൺ അപ്പം തന്നെ മാറി, ആ ഡിഫറൻസ് കാണുന്നുണ്ട്. ലാസ്റ്റ് HB ഹാർഡ്. ഈ മീഡിയവും HB ഹാർഡും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല, ചെറിയൊരു ഡിഫറൻസ്. എന്നിരുന്നാൽ കൂടി ക്വാളിറ്റി കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഇതിൻ്റെ ഈ ഒരു എക്സ്ട്രാ സോഫ്റ്റ് പെൻസിൽസാണ്. പൗഡർ പോലെ പൊടിഞ്ഞു പോകുന്നു. എന്തെങ്ങനെ തൊടുമ്പോഴേക്കും, പേപ്പറിൽ തൊടുമ്പോഴേക്കും ഇങ്ങനെ പൊടിഞ്ഞങ്ങ് പോവാണ്. ഷാർപ്പൻ ചെയ്താൽ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല, ഞാനത് ഷാർപ്പൻ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഷാർപ്പൻ ചെയ്ത് നോക്കാം. നേരത്തെ നമ്മുടെ ഫേബർ കാസിൽ പെൻസിൽ കണ്ട സെയിം അവസ്ഥ തന്നെയാണ്, പൊടിഞ്ഞു പോവാണ്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി എൻ്റെ സാധാ ഷാർപ്പനർ വെച്ചിട്ടും മെക്കാനിക്കൽ ഷാർപ്പനർ വെച്ചിട്ടും ഷാർപ്പൻ ചെയ്ത് നോക്കി. ചാർക്കോളിൻ്റെ പൊടി മുക്കിൽ പോയിട്ടാണെന്നുണ്ട് ചുമ. രണ്ടു വെച്ചിട്ട് ഷാർപ്പൻ ചെയ്ത് നോക്കി, അപ്പോൾ സെയിം അവസ്ഥ തന്നെയാണ്. അപ്പോൾ എനിക്കെന്താ അറിഞ്ഞൂടാ റീസൺ. ഇനി നമുക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചാർക്കോൾ പെൻസിൽ, ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്ത, എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉള്ള ചാർക്കോൾ പെൻസിൽ അൺബോക്സ് ചെയ്യാം. ഇത് ബ്രിസ്റ്റോ എന്നുള്ള ബ്രാൻഡിൻ്റെ വുഡ്ലെസ് ചാർക്കോൾ പെൻസിൽസ് ആണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രൊഡക്റ്റ് പ്രൊമോഷനായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. ഇവരെനിക്ക് 10 പൈസ തരുന്നില്ല ഇതൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട്. എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ച മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മറ്റ് പെൻസിൽസിൻ്റെ പോലെയല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് MRP 435 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് 6 സെറ്റ് ഓഫ് പെൻസിൽസ് ഉണ്ട്. നല്ല പാക്കേജാണ്. പിന്നെ പെൻസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഒരു ഹാർഡ് പെൻസിൽ വരുന്നുണ്ട്, 2 മീഡിയം പെൻസിൽ വരുന്നുണ്ട്, 3 സോഫ്റ്റ് പെൻസിൽ വരുന്നുണ്ട്. അതൊരു ബ്രില്യൻറ്റ് ഐഡിയ ആണ് ഈ ഒരു പാക്കേജിൽ ഇത്തരത്തിലൊരു അറേഞ്ച്മെൻറ്റ്. കാരണം എന്താ വെച്ചാൽ ഹാർഡ് പെൻസിൽ നമ്മൾ ചെയ്യുന്തോറും പെട്ടെന്ന് തീർന്നു പോവില്ല. ഹാർഡായതുകൊണ്ട് തന്നെ ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരു പെൻസിൽ വെച്ചിട്ട് ഒരുപാട് ഡ്രോയിങ് ചെയ്യാൻ പറ്റും. പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള പെൻസിലാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ പെട്ടെന്ന് ഇവിടുന്ന് പൊടിഞ്ഞ് തീർന്നു പോകും. ഈ ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു ഹാർഡ് പെൻസിലും 2 മീഡിയം പെൻസിലും 3 സോഫ്റ്റ് പെൻസിലുമാണ്. സോ നമുക്ക് ഒരുപാട് ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു സെറ്റ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെൻസിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വുഡ്ലെസ് ചാർക്കോൾ പെൻസിലാണ്. അതെ, ഇത് വുഡില്ല, നോർമൽ പെൻസിൽ പോലെ ഇതിൻ്റെ പുറമെ വുഡ് വെച്ച് കവർ ചെയ്തിട്ടില്ല. ചെറിയൊരു പ്ലാസ്റ്റിക് പോലെയുള്ള എന്തോ ഒരു മെറ്റീരിയൽ വെച്ചിട്ട്, ഈ ഒരു ബ്ലാക്ക് ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടോ, എന്തോ ഒരു പ്ലാസ്റ്റിക് പോലത്തെ എന്തോ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് അവരിത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ചാർക്കോളാണ് വരുന്നത്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് റിസൾട്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തവണ കൂടി ഞാൻ പേപ്പറിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഈ ഒരു ഹാർഡ് എന്ന് പറയുന്ന പെൻസിൽ, ഇപ്പോൾ ഈ ഒരു ഹാർഡ് എന്ന് പറയുന്ന പെൻസിൽ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ചെയ്യുന്ന ഫീൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ട് എങ്ങനെയാണോ ഷെയ്ഡ് ചെയ്യുന്നത്, സെയിം ഫീൽ തന്നെയാണ്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മുടെ നോർമൽ ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ 4B അല്ലെങ്കിൽ ഒരു 6B ഷെയ്ഡാണ് നമുക്കിവിടെ തോന്നുന്നത്. ഇത് നമുക്ക് മീഡിയം ട്രൈ ചെയ്ത് നോക്കാം. മീഡിയത്തിൻ്റെ ഷെയ്ഡ് ഡിഫറൻസ് കണ്ടോ, ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റേതിനേക്കാളും ചെറിയൊരു ബ്ലാക്ക് കളറ് ചെറുതായിട്ടൊരു പൊടിക്ക് കൂടുതലുണ്ട് ഇതിൽ. അതാണ് നമ്മുടെ മീഡിയം പെൻസിൽ. ഇനി നമുക്ക് സോഫ്റ്റ് പെൻസിൽ നോക്കാം. സോഫ്റ്റ് പെൻസിലിൻ്റെ ഡാർക്ക്നെസ് കണ്ടോ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആവുള്ള റീസൺ. ഇത് 3 ഡിഫറെൻറ്റ് ഡാർക്ക്നെസ് ആണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതുകൂടാതെ ഇത് ഷാർപ്പൻ ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ ഷാർപ്പനർ വെച്ചിട്ട് പറ്റില്ല, മെക്കാനിക്കൽ ഷാർപ്പനർ വേണം. ഇതാണ് മെക്കാനിക്കൽ ഷാർപ്പനർ. ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് തിരിച്ചിട്ടാണ് നമ്മൾ ഷാർപ്പൻ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് നമ്മൾ ഷാർപ്പൻ ചെയ്യും. കൂടാതെ മെക്കാനിക്കൽ ഷാർപ്പനർ ഉപയോഗിക്കുന്ന സമയത്ത് നോർമൽ ചാർക്കോൾ പെൻസിൽ പൊട്ടിപ്പോകുന്ന കരിയായില്ലല്ലേ, ആ പൊട്ടിപ്പോകുന്ന പോലെ ഇതങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. ഒരുവിധം കട്ടിയുണ്ട്. ഇപ്പോൾ സോഫ്റ്റ് പെൻസിലാണെങ്കിൽ കൂടി നല്ല കട്ടിയുണ്ട്. ഒരുപാട് ചാർക്കോൾ ഡ്രോയിങ്ങുകൾ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ വെർത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ്. ഗ്രാഫൈറ്റ് പെൻസിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രാൻഡ്സിൽ ഒന്നാണ് സ്റ്റെഡ്ലർ. ഒരുവിധം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്ന ഒരു ബ്രാൻഡാണ്. സോ അവരുടെ ചാർക്കോൾ പെൻസിൽ അല്ല ഇത്, ആക്ച്വലി ഇത് ചാർക്കോൾ സ്റ്റിക്കാണ്. അവരുടെ ചാർക്കോൾ സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതും നമുക്കിതുപോലെ പൊട്ടിച്ചെടുക്കേണ്ടി വരും. എനിക്ക് ഈ ഒരു പാക്കിംഗ് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബോറ് പരിപാടിയാണ്. അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ പൂട്ട് തുറക്കുന്ന പോലെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കീറിലിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കേണ്ടി വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു കേസിങ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ചാർക്കോൾ സ്റ്റിക്ക് ഇതിങ്ങനെയാണല്ലേ. ഞാൻ പക്ഷേ ഇത് ഒറ്റ സ്റ്റിക്കാന്ന് വിചാരിച്ചു. ഇത് 1 2 3 4 5 6 സ്റ്റിക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചാൽ എൻ്റെ കയ്യിലൊക്കെ മൊത്തം ചാർക്കോളിൻ്റെ പൊടിയായിട്ടുണ്ട്. സോ ഇത് സോഫ്റ്റ്, ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മീഡിയം, ഹാർഡ്. ആദ്യം നമുക്ക് ഹാർഡ് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് പിടിക്കുന്നത് പോലും അറിയുന്നില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഹാർഡാണിത്. അടുത്തത് നമുക്ക് മീഡിയം ട്രൈ ചെയ്ത് നോക്കാം. വല്ലാണ്ട് ഷെയ്ഡ് ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക്. ഇത് ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ അറിഞ്ഞുകൂടാ. വലിയ ഷെയ്ഡ് ഡിഫറൻസ് ഇല്ല. സോഫ്റ്റിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ബ്ലാക്ക് കളർ ഇത്തിരി കൂടുതലുണ്ട്. പക്ഷേ ചെയ്യുന്ന ഫീൽ എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം ആണ്. കൂടാതെ നല്ല രീതിയിൽ പൊടിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇത് കവറിങ് ഇല്ലാത്ത കാരണം കയ്യിലൊക്കെ നല്ല രീതിയിൽ ആവുന്നുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റായിട്ട് ഫ്രീ ഹാൻഡ് സ്കെച്ചൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹൈപ്പർ റിയലിസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ യൂസ്ഫുൾ ആവാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂടാതെ കയ്യിലൊക്കെ ആവുന്നുണ്ട്. ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കുറേ പാടുകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്റ്റെഡ്ലറിൻ്റെ ചാർക്കോൾ സ്റ്റിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇംഗ്ലീഷ് വില്ലോ ചാർക്കോൾ. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് വില്ലോ ചാർക്കോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലണ്ടിലുള്ള ഒരു ടൈപ്പ് വില്ലോ ട്രീയിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ചാർക്കോളാണ് ഇംഗ്ലീഷ് വില്ലോ ചാർക്കോൾ. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി കവർ കാണുമ്പോൾ, ഇങ്ങനെ കവർ പിടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലാത്ത പോലത്തെ ഒരു ഫീലാണ്. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇങ്ങനെ ഒരു പാക്കേജിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾ അടുക്കളയിൽ തീ കത്തിക്കുന്ന അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു സംഭവം? നമ്മുടെ ഒന്നുമില്ല, മരത്തിൻ്റെ സംഭവം കരിഞ്ഞിട്ടുള്ള സംഭവം, എന്താ പറയുക, മരത്തിൻ്റെ കത്തിക്കരിഞ്ഞ മരക്കമ്പ്. ഇതാണ് ഇംഗ്ലീഷ് വില്ലോ ചാർക്കോൾ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര പഞ്ഞി പോലത്തെ സോഫ്റ്റാണ്. പിന്നെ ആ ഒരു ഷെയ്ഡും കണ്ടോ, ഈ ഷെയ്ഡ് ആക്ച്വലി ഭയങ്കര ഈസിലി ബ്ലെൻഡബിൾ ആണ്. നല്ല രീതിയിൽ ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. റേറ്റ് ഞാൻ പറയാം. റേറ്റ് ആക്ച്വലി വരുന്നത് 399 രൂപ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതിനുള്ള യൂസ് ഉണ്ടോ എന്നൊക്കെ, ബെനിഫിറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ കയ്യിൽ പിടിച്ച് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കൺട്രോളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊന്ന് ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. സംഭവം എന്തായാലും വെറൈറ്റിയാണ്. നല്ല രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള മരക്കമ്പ് തന്നെയാണ് അവർ കരിച്ച് തന്നിരിക്കുന്നത്. ഇത്രയും പൈസ വാങ്ങുന്നുണ്ടല്ലോ, കൊള്ളാം. എന്തെങ്കിലും ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടോ നോക്കാം. ഓൾമോസ്റ്റ് സെയിം ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പം അതാണ് ഇംഗ്ലീഷ് വില്ലോ ചാർക്കോൾ. മരത്തടിയൊക്കെ ഇങ്ങനെ കൂട്ടിക്കെട്ടിക്കൊണ്ടുപോകുന്നൊരു ഫീല്, കൊള്ളാം. ഇതുപോലെ തന്നെ എടുത്തു വെച്ചേക്കാം. ഇത്ര നേരം നിങ്ങൾ കണ്ടത് ബ്ലാക്ക് ചാർക്കോൾ പെൻസിൽസ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് ചാർക്കോൾ പെൻസിൽസ് ആണ്. ഇവിടെയും ബ്രിസ്റ്റോ എന്നുള്ള ബ്രാൻഡ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ആക്ച്വലി 4 പെൻസിൽസ് ഉണ്ട്. 3 വൈറ്റ് പെൻസിലും ഒരു പെൻസിൽ റേസറുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് MRP വരുന്നത് 249 രൂപയാണ്. സോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 3 മീഡിയം പെൻസിലാണ്, പിന്നെ ഒരു ഇറേസറും ഉണ്ട്. നമ്മൾ മുൻപ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഞാൻ ഏതൊരു വീഡിയോയിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഷാർപ്പൻ ചെയ്തിരിക്കുന്നത്. സോ ഈ വൈറ്റ് ചാർക്കോൾ പെൻസിലുണ്ടോ, ഇതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല. ഇത് ഷാർപ്പൻ ചെയ്യുമ്പോൾ പൊട്ടിയൊന്നും പോകുന്നില്ല. നമുക്ക് പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ഒക്കെ ചെയ്യാനായിട്ട്
ചില സ്ഥലങ്ങളിൽ യൂസ്ഫുൾ ആണ്. പിന്നെ ഈ പറയുന്ന പെൻസിൽ ഇറേസർ എന്ന് പറയുന്ന കാര്യം എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. മോണോസീറോ ഇറേസറിൻ്റെ അത്രയും അടിപൊളിയൊന്നും അല്ല. ബാക്കി ഈ ഒരു വൈറ്റ് ചാർക്കോൾ പെൻസിൽ നമുക്ക് ഒരു പരിധിവരെ യൂസ്ഫുൾ ആണ്. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നോർമൽ ബ്ലാക്ക് ചാർക്കോൾ പെൻസിൽ മാത്രമല്ല വൈറ്റ് ചാർക്കോൾ പെൻസിലും ഉണ്ട്, കൂടാതെ കളേർഡ് ആയിട്ടുള്ള ചാർക്കോൾ പെൻസിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല ഷോപ്പിൽ നിന്നും. നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്, കംപ്രസ്ഡ് ചാർക്കോൾ സ്റ്റിക്സ് ആണ്, ക്യാമൽ എന്ന ബ്രാൻഡിൻ്റെ. ഇത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ് ആൻഡ് ഭയങ്കര ചീപ്പുമാണ്. ഇതിൻ്റെ അകത്ത് 20 സ്റ്റിക്ക് ഉണ്ട്. ടോട്ടൽ രൂപ വരുന്നത് 400 രൂപയാണ്. അപ്പോൾ ഒരു സ്റ്റിക്കിന് റേറ്റ്, ഒരു മിനിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യട്ടെ, എനിക്ക് കണക്കറിയാണ്ടൊന്നുമല്ല, ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മാനം കപ്പൽ കയറും. ഒരു സ്റ്റിക്കിന് വെറും 20 രൂപയെ വരുന്നുള്ളൂ. ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം, ഇതിൻ്റെ യൂസ് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദേ ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റിക്സ് ഇതുപോലെ ഉണ്ട്. ഒരെണ്ണം നമുക്ക് എടുക്കാം. ഇത് ആക്ച്വലി ഇതിന് ഒരു കവറിങ് വരുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊന്നും പടരാതെ കയ്യിൽ നീറ്റായിട്ട് ഇതുപോലെ പിടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പേപ്പറിലേക്ക് നോക്കുക, ഇത് കണ്ടോ, ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബ്ലാക്ക്, ഏറ്റവും ഡെപ്തുള്ള കളർ കിട്ടുന്നത് ഈ ഒരു ചാർക്കോൾ യൂസ് ചെയ്തപ്പോഴാണ്. ഒരു ഭയങ്കര സോഫ്റ്റാണ്. അത് മേടിച്ച് ഇങ്ങനെ കയ്യിലിരുന്ന് പൊട്ടിപ്പോകുന്ന അത്രയും സോഫ്റ്റ് ഒന്നുമല്ല, ഒരുവിധം കട്ടിയുണ്ട് കണ്ടോ, അത് കാരണം പെട്ടെന്നൊന്നും പൊട്ടില്ല. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉള്ള കാരണം നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഒരുപാട് ചാർക്കോൾ ഡ്രോയിങ്ങുകളിൽ ബ്ലാക്ക് കളർ വേണ്ട സമയത്ത്, ഡാർക്കസ്റ്റ് കളർ വേണ്ട സമയത്ത് ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ബെനിഫിറ്റ് ആയിട്ട് തോന്നി. പിന്നെ കോസ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് അത്ര വലിയ പ്രൈസ് വരുന്നില്ല, 20 രൂപയാണ് ചെറിയൊരു സ്റ്റിക്കിന് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം എന്നെക്കാളും കൂടുതൽ ചാർക്കോൾ പെൻസിൽസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്ത ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി അറിവുകൾ പകർന്നു കൊടുക്കുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ചാർക്കോൾ പെൻസിൽസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.